ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ സെഗ്മെൻറ്റ്. IIMകളെ പറ്റി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവില്ല. അത്യാവശ്യം കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് IIM എന്ന് പറയുന്നത്. നിങ്ങളുടെ കരിയർ ഇൻട്രസ്റ്റ് ബിസിനസ്സിൽ കൂടിയാണ് എന്നുണ്ടെങ്കിൽ IIM എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമായിരിക്കും അല്ലേ? സോ അങ്ങനെയുള്ള IIM ഓഫർ ചെയ്യുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് 12th കഴിഞ്ഞിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് MBA കോഴ്സസ്. ഈ ഇൻ്റഗ്രേറ്റഡ് MBA കോഴ്സസിലേക്ക് പഠിക്കാൻ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്യണം. 5 വിവിധ IIMകളിലേക്കുള്ള അഡ്മിഷനിലേക്കായി 3 ഡിഫറെൻറ്റ് എക്സാമിനേഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. IPMAT റോഹ്ടെക്, IPMAT ഇൻഡോർ ആൻഡ് JIPMAT. അപ്പോൾ ഈ എൻട്രൻസ് എക്സാമിനേഷനുകളിൽ മികച്ച സ്കോറോടുകൂടി പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്വപ്നമായിട്ടുള്ള IIMകളിൽ ജോയിൻ ചെയ്യാൻ അവസരം ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയുള്ള ആഗ്രഹമുള്ള കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും കോച്ചിങ്ങും ഒക്കെ നൽകുന്ന ഒരു കോഴ്സാണ് സ്കൂൾ ടു IIM. ആൻഡ് സ്കൂൾ ടു IIMൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ സിലബസിൻ്റെ ഒരു ഔട്ട്ലൈൻ തരാനും അതിനകത്തുള്ള ടോപ്പിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാനുമാണ് ഞാനിവിടെ നിന്ന് വന്നിരിക്കുന്നത്. സ്കൂൾ ടു IIMനെ പറ്റി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്തോളുക. ഏതൊരു എക്സാമിൻ്റെ പ്രിപ്പറേഷനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിലബസ് എന്ന് പറയുന്നത്. സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു ആർ വെരി ക്ലിയർ ആസ് ടു വാട്ട് യു ഹാവ് ടു സ്റ്റഡി. മനസ്സിലായോ? സോ അതുകൊണ്ട് തന്നെ സിലബസ് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിലും ഇമ്പോർട്ടൻ്റ് ആണ് വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് അല്ലെങ്കിൽ സെക്ഷൻ ഓഫ് ദ പേപ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സിനോണിം ആൻഡ് ആൻറ്റണിംസ്. ആൻഡ് സിനോണിംസ് ആൻഡ് ആൻറ്റണിംസ് എന്ന് പറയുന്ന സെക്ഷനെയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വലിയ പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാത്തൊരു സെക്ഷനാണ് സിനോണിംസ് ആൻഡ് ആൻറ്റണിംസ്. എന്നാലും നമ്മൾക്കൊന്ന് നോക്കിക്കളയാം. റൈറ്റ്, ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൊക്കാബുലറി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് സിനോണിമും ആൻറ്റോണിമും. അപ്പോൾ എന്താണ് സിനോണിം? A word or phrase that means exactly or nearly the same as another word or phrase in the same language. അപ്പോൾ ഒരേ ലാംഗ്വേജിൽ ഏകദേശം ഒരേ അർത്ഥം വരുന്ന ഫ്രേസസ് അല്ലെങ്കിൽ വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിനോണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് 3 കാറ്റഗറി ഓഫ് വേർഡ്സ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ്, ഒന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു രൂപമുള്ള വേർഡ്സ്, ഒന്ന് നിങ്ങൾ കേട്ടിട്ടേ ഇല്ലാത്ത വേർഡ്സ്. അപ്പോൾ ഇങ്ങനെ 3 തരം വേർഡ്സ് ആയിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ അഭിമുഖീകരിക്കുന്നത്. യു വിൽ ഫൈൻഡ് 3 types of words in the question paper. The words you know, the words you may know or may not know, and the words you have never come across. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അറിയാത്ത ഒരു ക്വസ്റ്റ്യന് റോങ് ഗെസ് കൊടുത്തതിന് ശേഷം നെഗറ്റീവ് മാർക്ക് വാങ്ങി വെക്കരുത്. അതുകൊണ്ട് തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടും ഷ്യൂരിറ്റിയോടെയും ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് സിനോണിം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ 100% ഷുവർ ആണെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഓരോ മാർക്കും ഓരോ പോയിൻറ്റും വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഡൗട്ടുള്ളൊരു ആൻസർ ചെയ്തിട്ട് ആ പോയിൻറ്റ്സ് നമ്മൾ കളഞ്ഞു കുളിക്കാൻ പാടില്ല. സിനോണിംസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനോണിം ക്വസ്റ്റ്യൻസ് അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ടിപ്സ് ഒന്നുമില്ല. ജനറൽ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സും ഉണ്ട്. നിങ്ങൾക്ക് അധികം വായിക്കാം, സിനിമകൾ കാണാം ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീച്ചസ് കേൾക്കാം, പാട്ട് കേൾക്കാം. ഇങ്ങനെ പല രീതിയിലും വേർഡ്സ് പരിചയപ്പെടുക. വേർഡ്സ് പരിചയപ്പെട്ടാൽ മാത്രം പോരാ കേട്ടോ, ഈ വേർഡ്സിൻ്റെയൊക്കെ മീനിങ് അറിയാനുള്ള ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ വെറുതെ ഇതെല്ലാം കേട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വൊക്കാബുലറി കൂടണം എന്നില്ല. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ കുത്തിയിരുന്ന് മീനിങ്സ് നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ ആ വേർഡ് നിങ്ങളുടെ മനസ്സിൽ പതിയണം എന്നുള്ളൂ. ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. സോ നിങ്ങളുടെ ഒരു കോൺഷ്യസ് എഫേർട്ട് ആ ഒരു കാര്യത്തിൽ ഈ പാട്ടിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കിനി സിനോണിമിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈഗർ, റെഡിനെസ് ഓർ സ്പീഡ്
ഈഗർ, റെഡിനെസ് ഓർ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. എ ക്ലോയിങ്, ബി ബോർഡ്, സി അലാക്രിറ്റി, ഡി ആർബിറ്റർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ 4 ഡിഫറെൻറ്റ് വേർഡ്സ് ആയിരിക്കും പഠിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് ആയിരിക്കും, അറിയാത്ത വേർഡ്സ് ആയിരിക്കും. പക്ഷേ എന്നാലും നിങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, സോ ഇവിടെ ക്ലോയിങ്, ബോർഡ്, അലാക്രിറ്റി, ആർബിറ്റർ, ഇതിൽ കുറേ അധികം വേർഡ്സ് നിങ്ങൾക്ക് വലിയ ഫെമിലിയാരിറ്റി ഉള്ളതല്ല. ക്ലോയിങ് എന്ന് പറഞ്ഞാൽ ഒരു എക്സസീവ് സ്വീറ്റ്നെസ്, എക്സസീവായിട്ട് ഒരു നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ സ്വീറ്റ് ആവുക എന്നുള്ളതിനെയാണ് നമ്മൾ ക്ലോയിങ് എന്ന് പറയുന്നത്. ദെൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർഡ് മീൻസ് ഇറ്റ്സ് പോർട്ടൻറ്റ് ഓഫ് എ പർട്ടിക്കുലർ ഔട്ട്കം, ഒരു പർട്ടിക്കുലർ ഔട്ട്കം തരാൻ വേണ്ടിയിട്ട് പ്രാപ്തിയുള്ളത് എന്നുള്ള അർത്ഥം വരുന്നതാണ് ബോർഡ്. അലാക്രിറ്റി എന്ന് പറഞ്ഞാൽ റെഡിനെസ്. ആർബിറ്റർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഹാസ് ആൻ അൾട്ടിമേറ്റ് അതോറിറ്റി. ഓക്കെ, സോ മീനിങ്സ് എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈഗർ, റെഡിനെസ് ഓർ സ്പീഡ് എന്ന് പറയുന്ന ഇതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് അലാക്രിറ്റിയാണ്. ഓക്കെ, സോ പക്ഷേ നിങ്ങൾ അതിനോടൊപ്പം തന്നെ 3 എക്സ്ട്രാ വേർഡ്സും പഠിച്ചിട്ടുണ്ട്. സോ ഇതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനോടുള്ള ഗുണം എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിളൂടെ നോക്കിയാലോ. ആരോഗ്യൻറ്റ്. ആരോഗ്യൻറ്റ് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ്. അല്യൂർ, കാക്കോഫോണി, ബംഷിയസ്, കോൺജോയിൻ. ആരോഗ്യൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ്. അല്യൂർ എന്ന് പറഞ്ഞാൽ അതല്ല, ഇറ്റ്സ് ലൈക്ക് പ്ലീസിങ്, അട്രാക്റ്റീവ് എന്നുള്ളതാണ് അല്യൂറിൻ്റെ മീനിങ്. കാക്കോഫോണി എന്ന് പറഞ്ഞാൽ മിക്സ് ഓഫ് സൗണ്ട്സ്, ഭയങ്കര ഇറിറ്റേറ്റബിൾ ആയിട്ടുള്ള ഒരു മിക്സ് ഓഫ് സൗണ്ട്സിനെയാണ് കാക്കോഫോണി എന്ന് പറയുന്നത്. ദെൻ ബംഷിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേറ്റഡ്, കൂടുതലും സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സെൽഫ് ഇമേഴ്സ്ഡ് ആയിട്ടിരിക്കുന്ന അങ്ങനത്തെ സംഭവമാണ്. കൺജോയിൻഡ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ്, കൺജോയിൻ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ്. സോ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. അറോഗൻറ്റസ്, ബംഷിയസ്. മനസ്സിലായോ? ബംഷിയസ്. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സിനോണിംസ്. ഇപ്പോൾ സിനോണിംസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ആൻറ്റോണിംസ് എന്ന് പറയുന്നത്. ആൻറ്റോണിം എന്താണ്? ആൻ ആൻറ്റോണിം ഇസ് എ വേർഡ് ദാറ്റ് ഹാസ് ദി ഓപ്പോസിറ്റ് മീനിങ് ഓഫ് അനദർ വേർഡ്. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് മീനിങ് വരുന്ന വേർഡ്സിനെയാണ് ആൻറ്റോണിം എന്ന് പറയുന്നത്. ട്രൈ ടു തിങ്ക് ഓഫ് എൻ ഓപ്പോസിറ്റ് മീനിങ് വേർഡ് ഇൻ സിമ്പിൾ ഇംഗ്ലീഷ്. ലുക്ക് അറ്റ് ദി ഓപ്ഷൻസ് ആൻഡ് എലിമിനേറ്റ് ദോസ് വിച്ച് ഡു നോട്ട് മാച്ച് യുവർ ഷാഡോ വേർഡ്. അപ്പോൾ ഇത് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വേർഡ് സിമ്പിൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക. ആൻഡ് അതുമായിട്ട് സിമിലർ ആയിട്ട് പോകുന്ന വേർഡ്സ് ഓപ്ഷൻസിലുണ്ടോ എന്ന് തിരഞ്ഞിട്ട് അത് ആൻസറാക്കി എഴുതുക. ബാക്കിയുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. ഇവിടെയും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒരിക്കലും അറിയാത്ത ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ മാർക്ക് ലൂസ് ചെയ്യരുത്. മനസ്സിലായോ? അറിയാവുന്നതും 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ സെക്ഷൻസിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഈ സെക്ഷൻസിലെ മാർക്ക് നിങ്ങൾക്ക് കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ വൊക്കാബുലറി. നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാലോ. റൈറ്റ്, ഫിക്കിൾ എന്ന വേർഡ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഓപ്ഷൻസ് നോക്കാം. അഗ്രസീവ്, പെർസിസ്റ്റൻറ്റ്, മിറാക്കുലസ്, ഹാർഡ് വർക്കിംഗ്, ടിമിഡ്. ഇതിൽ ഒട്ടുമിക്ക വേർഡ്സ് നിങ്ങൾക്ക് അറിയാം. ടിമിഡ് എന്താണെന്നറിയാം, ഹാർഡ് വർക്കിംഗ് അറിയാം, മിറാക്കുലസ് അറിയാം, പെർസിസ്റ്റൻ്റ് അറിയാം, അഗ്രസീവ് അറിയാം. ആൻഡ് ഫിക്കിൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി വി സേ ഫിക്കിൾ മൈൻഡഡ് നേച്ചർ ഓഫ് ദ പീപ്പിൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് എന്നുള്ളതാണ്. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ് എന്താണ് ഇതിൽ? പെർസിസ്റ്റൻറ്റ്, വിച്ച് സ്റ്റേസ്. അതാണ് പെർസിസ്റ്റൻറ്റ്. ചേഞ്ചിങ് ഓപ്പോസിറ്റ് പെർസിസ്റ്റൻറ്റ്. സോ ഫിക്കിളിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പെർസിസ്റ്റൻറ്റ്. നമുക്ക് ഇനി ഒരു എക്സാമ്പിളൂടെ നോക്കിയാലോ. പോളിഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മൾ സർഫസ് പോളിഷ് ചെയ്യുന്ന പോളിഷ് അല്ല. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന പോളിഷ് എന്ന് പറഞ്ഞാൽ വെരി ഓർഗനൈസ്ഡ് ആൻഡ് റിഫൈൻഡ്, ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പോളിഷ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി റെഫറിങ് ടു പോളണ്ട് പീപ്പിൾ. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റൂത്ത്ലെസ്, ഓണസ്റ്റി, ഇൻഡോളൻറ്റ്, ഗോഷ്യനസ് ആൻഡ് കോംപ്ലക്സിറ്റി. ഇതിൽ നിങ്ങൾക്ക് റൂത്ത്ലെസ് അറിയായിരിക്കും, ഓണസ്റ്റി അറിയായിരിക്കും. ഇൻഡോളൻ്റ് എന്ന് പറഞ്ഞാൽ ലേസി എന്നാണ് അർത്ഥം. ഗോഷ്യനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്വേർഡ്, സോഷ്യലി ഓക്വേർഡാണ് ഗോഷ്യനസ്. നോട്ട് വെരി പ്രസൻറ്റബിൾ, അങ്ങനത്തെ ഒരു സംഭവം. കോംപ്ലക്സിറ്റി അറിയാം. ഓക്കെ, സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. പോളിഷിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗോഷ്യനസ് ആണ്. ഓക്കെ, റൈറ്റ്. സോ നിങ്ങൾക്കിപ്പോൾ ആൻറ്റണിംസിനെയും സിനോണിംസിനെയും പറ്റിയിട്ടൊരു പ്രോപ്പർ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ ഓവറോൾ ആയിട്ട് ഈ ഓരോ ടോപ്പിക്സിനെയും അപ്രോച്ച് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്കൊരു ബേസിക് ഔട്ട്ലൈൻ തരാം.
നമുക്ക് എല്ലാ ടോപ്പിക്സിനും, അതായത് ഓരോരോ സിംഗിൾ ടോപ്പിക് ഉണ്ടാവുമല്ലോ, ആ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ഈ കോൺസെപ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ അതിൻ്റെ സ്ട്രാറ്റജീസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും ടിപ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന പ്രോബ്ലം സോൾവിങ് ക്ലാസ്സസ് ഉണ്ടാവും, വേർ വി കം അക്രോസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കസ് ദി ആൻസേഴ്സ്. ഇനി ഇതിൻ്റെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് മുന്നേയുള്ള എക്സാംസിനൊക്കെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ഇയറിൽ നിന്ന് ഓരോ ടോപ്പിക് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പിക്ക് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻ സെഷൻ ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിൽ. പിന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടും പഠിക്കുന്നതിൻ്റെ ആവശ്യത്തിനുമായിട്ടും നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് വാല്യൂ ആഡഡ് നോട്ട്സ്. ആൻഡ് ദെൻ നിങ്ങളുടെ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരിയും ടോപ്പിക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണൊരു ഓവറോൾ അപ്രോച്ച്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുമാണ് ഈ ഒരു സെഷൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇങ്ങനൊരു സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ IPMAT JIPMAT പോലുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. സോ നിങ്ങൾക്ക് MBA ഇൻ്റഗ്രേറ്റഡ് MBA കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടോ? IPMAT JIPMAT എക്സാമിനേഷൻസിൽ ഉയർന്ന സ്കോറോടുകൂടി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IIMകളിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാണ്ട് നിങ്ങൾ സ്കൂൾ ടു IIM ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും ലിങ്കും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ സ്കൂൾ ടു IIM ആൻഡ് ഗ്രാബ് യുവർ IIM സീറ്റ്. സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും പ്രോപ്പർ ഗൈഡ് ലൈൻസ് തന്ന് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. കം ആൻഡ് ജോയിൻ സ്കൂൾ ടു IIM. ഇനി അടുത്തൊരു ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വേറൊരു വീഡിയോയിലൂടെ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.